ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ സെറ്റ് എക്സാമിന് ഇനി ഏകദേശം നമ്മുടെ കയ്യിൽ 60 ദിവസമുണ്ട് അല്ലേ? അപ്പോൾ ഈ 60 ദിവസം എങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് പഠിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടൈം ടേബിളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സെറ്റ് എക്സാം 2 പേപ്പറായിട്ടാണ്, ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും. അപ്പോൾ ഈ ജനറൽ പേപ്പർ എന്ന് പറയുന്ന പല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇച്ചിരി പാടുള്ള ഏരിയയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ ഏറ്റവും കൂടുതൽ പാറ്റേൺ ചേഞ്ച് വന്നിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ പേപ്പറാണ്. ക്രോണോളജി കൂടുതൽ വന്നു, കറണ്ട് അഫയേഴ്സ് കൂടുതൽ വന്നു. ഈവൻ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഗ്രാമറൊക്കെ ചോദിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്രാവശ്യം നല്ല ലെവലിൽ വൊക്കാബുലറി ചോദിച്ചു തുടങ്ങി. അങ്ങനെ അത്യാവശ്യം നല്ല റേഞ്ചിലാണ് നമ്മുടെ പാറ്റേൺ ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ജനറൽ പേപ്പർ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് ആ ഒരു ടോട്ടൽ അഗ്രഗേറ്റിലേക്ക് എത്താൻ പലപ്പോഴും പറ്റില്ല. കാരണം ഇതിന് മുൻപത്തെ പരീക്ഷകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും കുട്ടികൾ ആ ഒരു അഗ്രഗേറ്റിലേക്ക് എത്തുന്നത് ജനറൽ പേപ്പറിന്റെ സഹായത്തോടെയാണ്. പക്ഷെ അവിടെയാണ് ഇപ്രാവശ്യം കുട്ടികളെ ഏറ്റവും കൂടുതൽ വലഞ്ഞത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ടൈം ടേബിളോട് കൂടി മാത്രമേ നമുക്ക് നമ്മുടെ ജനറൽ പേപ്പർ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഇൻഹൗസ് ക്ലാസ്സസിൽ ഷെയർ ചെയ്യുന്ന ഒരു ഷെഡ്യൂളാണ് നമ്മുടെ ജനറൽ പേപ്പറിൻ്റെ. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 60 മാർക്ക് നമുക്ക് ടീച്ചിങ് മെത്തഡോളജി, സൈക്കോളജി പോലുള്ള വിഷയങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ ഉള്ള 60 മാർക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു PSC സിലബസ് പോലെ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ബാക്കി 60 മാർക്ക്. അതിൽ ഇംഗ്ലീഷും മാത്സും കെമിസ്ട്രിയും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും ലിറ്ററേച്ചർ, ആർട്ട് എല്ലാം വരും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ടൈം ടേബിൾ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡേ 1 നമ്മൾ പഠിക്കാൻ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ യൂണിറ്റ് 6 മൊഡ്യൂൾ 4 അതായത് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, മാത്സ്, ഈ ഭാഗങ്ങളാണ് നമ്മൾ ഡേ 1 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ച് നമ്മളുടെ പഠനം ഒന്ന് പേസിലേക്ക് കൊണ്ടുവരണം. വലിയ വലിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ആദ്യമേ നമ്മളെ തന്നെ ഒരു ബുദ്ധിമുട്ടിലാക്കുന്നതിൽ നല്ലത് നമുക്ക് ആ ഒരു പഠനത്തിന് ഒരു കൃത്യമായിട്ടുള്ള പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഫിസിക്സിൽ തന്നെയാണെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചെറിയൊരു ഭാഗമാണ്. അതിനുശേഷം കെമിസ്ട്രിയിലാണെങ്കിൽ ആറ്റത്തിൻ്റെ മോഡല്, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ, കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി ഇംഗ്ലീഷിൽ വൊക്കാബുലറി, നമ്മൾ ഗ്രാമറിന് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സമയം സത്യം പറഞ്ഞാൽ സെറ്റിൽ കഴിഞ്ഞു. ഇപ്പോൾ കൂടുതലും വൊക്കാബുലറിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഗ്രാമർ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും വൊക്കാബുലറിക്ക് ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങി. അതിൽ സിംഗുലർ പ്ലൂറൽ സെറ്റിൽ മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന എല്ലാ എക്സാംസിലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കയറി വരുന്ന ഒരു ഭാഗമാണ്. സോ നമുക്ക് അത് തന്നെയാണ് ഇംഗ്ലീഷിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, സിംഗുലർ ആൻഡ് പ്ലൂറൽ. പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് എഡ്യൂക്കേഷൻ, സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് എഡ്യൂക്കേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് മാത്സിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഷുവർ ഷോർട്ടായിട്ട് ചോദിക്കുമെന്ന് ഉറപ്പോടുകൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇത്രയും ഭാഗം ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ ഭാഗത്തിനാണ് ഈ ടോപ്പിക്സ് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഫിസിക്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നമുക്ക് പഠിക്കാനായിട്ട് ഒന്നും അറിയാത്തൊരു കുട്ടിക്കാണെങ്കിൽ പോലും ആ ഒരു യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് പഠിക്കാനായിട്ട് നമുക്ക് അരമണിക്കൂറിൽ കൂടുതൽ വേണ്ട അല്ലേ? ഇനി ആറ്റം ആണെങ്കിലും സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്ന് പറയുന്നത് നമുക്ക് പല സമയങ്ങളിലായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അതിൽ ഒരു 60% വാക്കുകൾ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ബാക്കി മാത്രം നമ്മൾ അവിടെ ഒന്ന് പഠിക്കാൻ എഫേർട്ട് ഇട്ടാൽ മതി. ഇനി റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ തീർച്ചയായിട്ടും ചെയ്ത് തന്നെ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പം അവിടെ മാത്രമാണ് നമ്മളൊന്ന് ഇരുന്ന് പഠിക്കേണ്ടി വരുന്നത്. ബാക്കി അത്യാവശ്യം നമുക്ക് നമ്മളുടെ എന്താ പറയുക വർക്കിംഗ് സമയങ്ങളിലും ഒക്കെ നമുക്ക് കൂടെ കൊണ്ട് പോയി പഠിക്കാവുന്ന ഭാഗങ്ങളാണ്. ഡേ 2 വരുമ്പം നമുക്ക് ബയോളജി വരുന്നുണ്ട്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്, മാത്സ്, ഫിസിക്സ് എല്ലാം വരുന്നുണ്ട് അല്ലേ? ബയോളജിയിൽ ഹ്യൂമൻ ബോഡി ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ലിറ്ററേച്ചറിൽ ക്ലാസിക്സ് ആൻഡ് മാസ്റ്റർ പീസ് ഓഫ് വേൾഡ്, അതുപോലെ മാത്സിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. നമ്മൾ മാത്സിലെ ഭാഗങ്ങൾ എല്ലാവർക്കും ഒരുപോലെ എളുപ്പമായിരിക്കില്ല. അപ്പം അവിടെ നമ്മൾക്ക് ഒരു 2 ദിവസം ഒരു ടോപ്പിക്കിന് കൊടുത്താൽ, അതും ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ടോപ്പിക്സിന് കൊടുത്താൽ കുട്ടികൾക്ക് അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വരുന്നുണ്ട്. ഫിസിക്സിലാണെങ്കിൽ സൗണ്ട്, വർക്ക്, എനർജി, പവർ, ഇവിടുത്തെ ഇക്വേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ് അല്ലേ? വലിയ സമയമില്ലാതെ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഇനി ഡേ 3 വീണ്ടും പോകുമ്പോൾ മാത്സ്, ബയോളജി, കെമിസ്ട്രി, ഇംഗ്ലീഷ്, വൊക്കാബുലറി, ഹിസ്റ്ററി, അങ്ങനെ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് താഴോട്ട് ഇതിപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്മുടെ ടൈം ടേബിളാണ്. അതിൽ തന്നെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്.
അപ്പോൾ അവിടെ ആ ഒരു ടോപ്പിക്കിൽ നിന്നും എഡ്യൂക്കേഷൻ ഫിലോസഫി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ ഭാഗം തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളും. ഇനി ഇതിനകത്ത് 6 ദിവസം കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം നമ്മളൊരു റിവിഷൻ ഡേ വെക്കും. കാരണം ഈ 6 ദിവസത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റാതെയൊക്കെ വരാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തിരക്കിനുള്ളിൽ എത്താൻ പറ്റാതെ വരാം, അല്ലെങ്കിൽ ഈ പഠിച്ച ഭാഗങ്ങൾ തന്നെ റിവൈസ് ചെയ്യണം. വെറുതെ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. എല്ലാവരും ഈ വിഷയങ്ങളിലൊന്നും എക്സ്പേർട്സ് അല്ല. സോ അത് നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കുറച്ച് എക്സാംസ് എഴുതി നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഡേ 7. അന്ന് നമ്മളവിടെ എക്സാംസ് നടത്തും. പഴയ ഭാഗങ്ങൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു ദിവസം കിട്ടും. എന്തെങ്കിലും പെൻഡിങ് പോർഷൻ ഉണ്ടെങ്കിൽ അതും കവർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത 6 ദിവസത്തേക്ക് പോകുന്നു. എന്താ പറയുക, നെക്സ്റ്റ് 14th ഡേ റിവിഷൻ വരുന്നു. ഇങ്ങനെ നമ്മുടെ 5 ഇയർ പ്ലാനും 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും എല്ലാം ഇപ്പോൾ നോക്കിക്കുക. എൻവയോൺമെന്റൽ ഇഷ്യൂസ്, മൂവ്മെന്റ്സ് ഒക്കെ ഷുവർ ഷോർട്ടായിട്ട് വരുന്ന ഒരു ഭാഗമാണ് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെ. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഫ്രേസൽ വെർബ്, നവോത്ഥാന സംഘടനകൾ, അങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് 60 ദിവസം വളരെ കൂളായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ജനറൽ പേപ്പറിൻ്റെ ആണ്. ഇതുപോലെ ഓരോ വിഷയങ്ങൾക്കും വ്യക്തമായ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് അധ്യാപകർ മെന്റർഷിപ്പ് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ 60 ഡേയുടെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൃത്യമായ ടൈം ടേബിൾ, റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, അതോടൊപ്പം തന്നെ എക്സാംസ്, മോഡൽ എക്സാംസ്, മോക്ക് എക്സാംസ്, അങ്ങനെ എല്ലാം നിങ്ങളുടെ വീടുകളിലെ കംഫർട്ട് സോണുകളിൽ നിന്ന് ഏറ്റവും അധികം ചോദ്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് തന്നെ അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മുമ്പുള്ള എല്ലാ എക്സാംസിനും റിസൾട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, CC മുന്നിൽ തന്നെയുണ്ട്. സോ ഇപ്രാവശ്യവും റിസൾട്ട് ആവർത്തിക്കാൻ ഞങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ മാത്സിനാണെങ്കിൽ പോലും നമുക്കറിയാം എത്ര വളരെ ശതമാനം കുറവാണ്. വിജയ ശതമാനം എന്ന് പറയുന്നത് സെറ്റിലെ എല്ലാ പ്രാവശ്യത്തെക്കാളും കുറവായിരുന്നു എന്ന് തന്നെ പറയാം പല വിഷയങ്ങളിലും. പക്ഷെ അപ്പോഴും എല്ലാ വിഷയങ്ങളിലും കൃത്യമായ വിജയ ശതമാനത്തോടു കൂടി തന്നെയാണ് CC മുൻനിന്നിരുന്നത്. അതിൻ്റെ നമ്മളുടെ റിസൾട്ടിൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഒന്നും നോക്കാനില്ല, ഇങ്ങ് പോകുന്നുള്ള 60 ഡേ ഷെഡ്യൂളുമായിട്ട് ഞങ്ങളിവിടെ റെഡിയാണ്, അധ്യാപകർ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചസ് എല്ലാം ഓൺഗോയിങ് ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകൾ പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നതുമായിരിക്കും. ഓക്കെ, സോ വൺസ് അഗെയിൻ താങ്ക് യു.